ശിവായ ഓം നമ 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 ശിവായ. ഇവനെന്താ ഇവിടെ? വിഷ്ണുവച്ചനെ രക്ഷിക്കണേ, വിഷ്ണുവച്ചന് ആപത്തൊന്നും വരുത്തരുതേ, വിഷ്ണുവച്ചനെ രക്ഷിക്കണേ. എന്റെ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കണേ. എന്റെ ഭഗവാന്, എന്റെ മകൻ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കട്ടെ. അവരുടെ വിഷ്ണുവച്ചനല്ലേ, മറ്റൊരാളുടെ ബിഗ് ഫ്രണ്ടും. പ്രാർത്ഥിക്കട്ടെ. എന്നേക്കാൾ മുമ്പേ ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെങ്കിൽ കേൾക്കട്ടെ. ആര് പ്രാർത്ഥിച്ചാലും എന്റെ മകന് രാപത്തും കൂടാതെ പുറത്തു വരണമെന്ന് എനിക്കുള്ളൂ. എന്റെ മകനെ വെറുതെ വിടുന്ന ആ ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. ഓം നമ ശിവായ 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 ഓം നമ ശിവായ. സത്യമ്മ, സത്യമ്മേ ശിവന് ധാര ചെയ്യാൻ വന്നതാ. അതെ, ഞങ്ങളും വന്നത് അതിനാ. വിഷ്ണുവച്ചനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാ ഈ വഴിപാട് കഴിപ്പിക്കുന്നത്. ഞാനും വന്നത് അതിന് തന്നെയാ മക്കളെ. എന്നാ വാ സത്യമ്മേ, സത്യമ്മയ്ക്ക് വെള്ളം ഞങ്ങള് കോരിത്തരാം. മോള് വെള്ളം കോരി ക്ഷീണിച്ചതല്ലേ, വിഷമിച്ചതല്ലേ? എത്ര വിഷമിച്ചാലും കുഴപ്പമില്ല, വിഷ്ണുവച്ചന് വേണ്ടിയല്ലേ. ശരിക്കും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ വന്നത്. നല്ലോണം കഷ്ടപ്പെട്ടാലേ ഭഗവാൻ കണ്ണു തുറക്കുള്ളൂന്നാ പറഞ്ഞു കേട്ടത്. എന്ന് വെച്ച് സത്യമ്മ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ധാര ചെയ്യാനുള്ള വെള്ളം ഞാനും പപ്പിയും കൂടെ കോരിത്തരാം. സത്യമ്മ വഴിപാട് പ്രാർത്ഥനയോടെ നടത്തിയാ മതി. എന്റെ മക്കളെ, നിങ്ങളുടെ ഈ ഒത്തൊരുമയും സ്നേഹവും കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ഇതൊന്നും കാണാനും അംഗീകരിക്കാനും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. കൂട്ടുകാരായ ഇങ്ങനെ വേണം. എങ്കിൽ ഭിക്ഷാടനം ചെയ്യണം. ഉഗ്രരൂപിയും ഉഗ്രകോപിയുമായ സാക്ഷാൽ പരമശിവന് ജ്ഞാനിയായൊരു മകനുണ്ട്, സുബ്രഹ്മണ്യസ്വാമി. മനുഷ്യൻ്റെ അഹന്ത മാറ്റിയെടുക്കാനായി സുബ്രഹ്മണ്യസ്വാമിക്ക് നൽകുന്ന വഴിപാടാണ് ഭിക്ഷാടനം. അതെടുത്ത് സുബ്രഹ്മണ്യ ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ ശിവഭഗവാൻ തൃപ്തനാകും. സ്നേഹനിധിയായ മകൻ പറഞ്ഞാൽ പിന്നെ കേൾക്കാത്ത അച്ഛനമ്മമാരുണ്ടോ? ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, ഗുണം കിട്ടും. പിന്നെ ഇത് മനസ്സിലാക്കാൻ ദേവഗ്രന്ഥങ്ങളോ ഉപനിഷത്തുകളോ തേടിപ്പോണ്ട കാര്യമില്ല. ഒരാൾ വന്നു പറയുന്നതും അതേ കാര്യം ഒരല്പം കുസൃതിയോടെ നമ്മുടെ മക്കൾ വന്നു പറയുന്നതും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ മക്കൾ പറയുന്നതിനായിരിക്കില്ലേ? അതാ ഞാൻ പറഞ്ഞത് ഭിക്ഷാടനം നടത്തണമെന്ന്. ഒരു ദോഷവും വരില്ല. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ, നല്ലതേ വരൂ. ഭിക്ഷാടനമെങ്കിൽ ഭിക്ഷാടനം. എന്റെ മകന് വേണ്ടി ഞാൻ ആദ്യം ചെയ്യും. എന്ത് ചെയ്താലും വേണ്ടില്ല, എന്റെ മകൻ ഈ കേസിൽ നിന്ന് ഒഴിവായി കിട്ടണം. മക്കൾ ഇവിടെ നിന്ന് വഴിപാട് നടത്തിക്കോ. സത്യമ്മ മറ്റൊരു വഴിപാട് നടത്തിയിട്ട് വരാം. ശരി. അതുകൊണ്ട് കാലം പോലും നിന്നെ കൊണ്ടുപോയില്ല. കാരണം കൊണ്ടുപോയാലേ കാലെല്ലാം തലവേദനയാ. നിന്നെ ഈ പണിക്കും കൊള്ളില്ലല്ലോ സത്യഭാമേ. കണ്ടില്ലേ,
പിച്ച തെണ്ടാൻ ഇറങ്ങിയിട്ട് അതിന് പോലും നിനക്ക് കഴിവില്ലല്ലോ എന്നാണല്ലോ കാണിക്കുന്നത്. മക്കളും മരുമക്കളും ഒക്കെ ഉപേക്ഷിക്കുന്ന ഒരു സന്ദർഭം വരികയാണെങ്കിൽ വെള്ളം ഇറങ്ങി മരിക്കാനുള്ള യോഗമില്ലെന്ന് ചുരുക്കം. എന്റെ മകനെ നീ എന്നിൽ നിന്നും പറിച്ചെടുത്തപ്പോ നീ ഓർത്തില്ല അല്ലേ കാലം നിന്റെ മകനെ പറിച്ചെടുക്കാനും അവസരം തരുമെന്ന്. എന്തായാലും മകനെ രക്ഷിക്കാനായിട്ടാണെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കുന്നത് നല്ലതാ. 4 അരി തെണ്ടി അലഞ്ഞിട്ടാണെങ്കിലും തിളപ്പിച്ചു കുടിക്കാം. വസുമതി, ഈ വിവരം നീ മറ്റാരോടെങ്കിലും... അപ്പോഴും നിന്റെ നാണം കേട്ട ആഠ്യത്വം നിന്നെ വിട്ട് പോകുന്നില്ലല്ലോ സത്യഭാമേ. പിന്നെ നീ എങ്ങനെ ഗതി പിടിക്കാനാ? ഇനി നാറാനായിട്ട് നിനക്ക് ബാക്കി വല്ലതുണ്ടോ? മുച്ചൂട് നാറിയിട്ടാണല്ലോ നിനക്ക് ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. എന്തായാലും ബന്ധോ സ്വന്തോ ഒന്നും നോക്കുന്നില്ല. എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടുന്നവർക്ക് എന്തെങ്കിലും പിച്ച ഞാൻ കൊടുക്കാതിരുന്നിട്ടുമില്ല. പക്ഷേ ചില്ലറയൊന്നും ഇല്ലല്ലോ സത്യഭാമേ. നീ ചെയ്തിട്ടുള്ള പാപങ്ങളൊന്നും ഈശ്വരൻ ഇതുവരെ ക്ഷമിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് തരാൻ എന്റെ കയ്യിൽ ചില്ലറ ഉണ്ടാവുമായിരുന്നു. എന്തായാലും നിന്റെ ഈ പത്രാസും വിലയുള്ള സാരിയും കണ്ടിട്ട് നോട്ട് തരാനും പറ്റുന്നില്ല. നീ അങ്ങ് ക്ഷമിക്ക്. അടുത്ത തവണ വരുമ്പോ നീ ഇവിടെ ഉണ്ടെങ്കിൽ തരാം. അല്ല, നീ ഇത് സ്ഥിരം തൊഴിലൊന്നും ആക്കുന്നില്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനിയെങ്കിലും നീ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ചത്തു കിടന്നാ കുഴിച്ചിടാൻ പോലും ആരും കൂടെ കാണില്ല.